ഹലോ കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മളൊരു കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവോള, ഓക്കെ. അല്പം പച്ചമുളക്, ഒരു 3 പച്ചമുളക് നമ്മൾ ഇടുന്നുണ്ട്. ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ അര തക്കാളി കുരു കളഞ്ഞത്, പിന്നെ അല്പം ജീരകം, അതുപോലെ ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഓക്കെ. ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് തിരുമ്മി നല്ല അടിപൊളിയാക്കി എടുക്കണം. നല്ല അടിപൊളിയായിട്ട് തന്നെ തിരുമ്മി എടുക്കണം കേട്ടോ. ഏകദേശം ഇതേപോലെ ഇതിൻ്റെ ഈ തിരുമ്മലിലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇരിക്കുന്നത്. ഇനിയിപ്പം കണ്ടോ, ഞാൻ തലേദിവസം നല്ല കുതിർത്ത് വെച്ച അടിപൊളിയാക്കി കഴുകി റെഡിയാക്കി വെച്ച ചെറുപയർ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഈ ചെറുപയർ നമ്മളെന്ത് ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് ഒരു 2 വിസിൽ അടിച്ച് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം സാധാരണ റെഡി ആയിട്ടുണ്ട്. 2 വിസിലിന് ശേഷം തുറക്കും. നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ സാധനത്തിലേക്ക് നമ്മളെന്ത് ചെയ്യണമെന്നറിയോ, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് തേങ്ങ നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓക്കെ. ഏകദേശം ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട് കറി. അധികം കട്ടിയൊന്നുമില്ല, അത്യാവശ്യം ലൂസ് തന്നെയാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ വറുത്തിടണം, കടുക് വറുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഗൈസ്, എല്ലാ വീട്ടിലും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ചെറുപയർ ഞാനിത് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ഇത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വെജിറ്റബിളൊക്കെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ശരിക്കും ഇതൊന്ന് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സി യു, ബൈ.